അവളുടെ ജീവൻ നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ആ നഷ്ടപ്പെടുത്തുന്ന ധൈര്യത്തിന്റെ 1% മതി അവൾക്ക് ജീവിതത്തിലോട്ട് വരാൻ. അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ, ഓക്കെ, വീട്ടിൽ പറയാം, അല്ലെങ്കിൽ അവളായിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാം. പക്ഷേ അവിടെയും ആ കുട്ടി ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്നറിയോ? ഞാൻ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള, ഞാനൊക്കെ കൊല്ലത്തിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്, എന്നിട്ട് പോലും നാട്ടുകാരെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും നോക്കും. അവൾക്ക് അവരുടെ ലൈഫ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ ഈ നാടും നാട്ടുകാരും എല്ലാവരും ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അവളുടെ മേലെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. അവൾക്ക് അഹങ്കാരമാണ്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണോ ഇമ്പോർട്ടൻറ്റ്, ജീവിതമല്ലേ. ഒരു പെൺകുട്ടി ജനിച്ചുടനെ തന്നെ എല്ലാവരും ഒരു അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവളെ ഒരു 10-18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ വളർത്തുക, വേറൊരു ആണിനെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു ആണിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതോട് കൂടി അവളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറയെ വാർത്തെടുക്കുക, അവരെ വളർത്തുക എന്നുള്ളത്. ശരിക്കും ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഫെമിനിസ്റ്റ് ആയിട്ട് കണക്കാക്കും. ഫെമിനിസ്റ്റ് ആണ് അവൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമല്ല. ശരിക്കും എൻ്റെ ലൈഫ് നിങ്ങൾ ഓരോരുത്തർ എടുത്ത് നോക്കിക്കുക, ഒരു ഫെമിനിസ്റ്റ് ജീവിക്കുന്ന പോലെയാണോ ഞാൻ ജീവിച്ചിട്ടുള്ളത്? ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സിലുട്ടാക്ക് സൽഹ എന്ന് പറയുന്ന ഒരു 10-35-40 വയസ്സായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് ചില വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? ഫെമിനിസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നത് ആ സ്ത്രീ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടോ, ഒട്ടനേകം മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളൊക്കെ അവരുടെ തോന്നിവാസ പ്രകാരം ലോകത്ത് ജീവിക്കുന്നുണ്ടോ, അതിന് ആർക്കാണ് തടസ്സമുള്ളത്? അവരെ വ്യക്തിപരമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു മകള് വൃത്തികെട്ടാൽ ശരിക്കും സാധാരണ രീതിയിൽ ഉമ്മയാണ് അവളോട് അവളുടെ ആംഗണമാരാണ് അവളോട് പറഞ്ഞ് ശരിയാക്കേണ്ടത്. പക്ഷേ അത് പോട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മതം എന്ന് പറയുന്നത് മനുഷ്യ പുരോഗതിക്കാണെന്നും, ആലോചിച്ച് നോക്കൂ, മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എന്താ പറയുക തോന്നിവാസങ്ങളെ നിയന്ത്രിക്കാനാണെന്നും പാരത്രിക ജീവിതത്തിൻ്റെയും കൂടെ സുരക്ഷിതത്വത്തിനാണെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ രണ്ടുപേരെയും നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അവൻ്റെ ദൂതനെ കണ്ടിട്ടില്ല. പക്ഷേ കണ്ടതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? അഷ്ഹദു സാക്ഷിയായിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കണ്ടതുപോലെയാണ് എന്നർത്ഥം. ആലോചിച്ച് നോക്കും, ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ട് വന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഈ സമുദായത്തിൽ തന്നെ ഉണ്ട്. മറ്റുള്ള സമുദായം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് കണ്ടതുപോലെ വിശ്വസിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈമാൻ കാര്യങ്ങൾ വേറെയുമുണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വേർഡാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീനിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം പ്രവേശിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, ജൂത ക്രിസ്ത്യാനികൾ പിഴച്ചു പോകാണ്ടായ കാര്യം തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ടാണെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അഫതുമിനൂന ബി ബഹദിൽ കിതാബ്, മനസ്സിലാക്കണം, പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് മാത്രം സ്വീകരിക്കും അവർക്ക് താല്പര്യമുള്ളത് എന്നതുപോലെ സിലു പറയുന്നു, ആ ഒരു മകളെ കാഫിറിൻ്റെ സ്വഭാവത്തിലാണ് അവൾ വളർത്തുന്നത്. എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് അഥവാ ഇന്ന് കാണുന്ന ഫെമിനിസ്റ്റുകൾ എങ്ങനെ ജീവിക്കുന്നുവോ, സ്വന്തം മക്കളെ നന്മ നിറഞ്ഞ് വളർത്താതെ നോക്കൂ. എന്നതുപോലെ തന്നെ ഈ സ്ത്രീയിൽ വേറെയും കാണാം, സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. മുഖത്ത് മാത്രം ഒരു മഫ്ത ഇട്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ അതോ ചുണ്ടുഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഫോസിൽ ചെയ്ത്, മാത്രമല്ല ഈ പറയുന്ന മുഖത്ത് ഭംഗിയാക്കുന്നതിനെക്കുറിച്ച് ഈ സ്ത്രീ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ക്രീമുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിന് ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അഫ്സലുൽ ഉലമ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. ആ സ്ത്രീ എന്തു പഠിച്ചോ പഠിച്ചില്ല എന്നതല്ല, ബന്നാം എന്ന് പറയുന്നവൻ വല്ലാതെ പഠിച്ചിട്ടുണ്ട് ബനൂ ഇസ്രായേലിൽ. നമുക്കൊക്കെ അറിയാം, ചരിത്രത്തിൽ അക്ബർ ചക്രവർത്തിക്ക് ദീനിലായി സ്ഥാപിച്ചു കൊടുത്ത മുല്ലാ മാലിക് മഹാപണ്ഡിതനായിരുന്നു, ഖുർആൻ ഹിഫ്ളാണ്. അപ്പോൾ പിശാചിന് എല്ലാം അറിയും. അപ്പോൾ അറിഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശം തങ്ങൾക്ക് പോരാ, ചിലത് പോരാ. അഫതുമിനൂന ബി ബഅദിൽ കിതാബ്, കുറച്ചു മാത്രം താല്പര്യമുള്ളത് സ്വീകരിക്കുക. മാത്രമല്ല ഈ മോളെപ്പറ്റിയും മക്കളെപ്പറ്റിയും പറയുന്ന വാക്കുകൾ കേൾക്കണം. അതായത് ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, എന്നിട്ട് അവർക്ക് സാമാന്യ ബോധം വരുന്ന കാലത്ത് എന്താണ് നല്ലതെന്ന് തിരിച്ചറിയുമ്പോൾ ആലോചിച്ചു, അപ്പോൾ അവർ നല്ലപോലെ ജീവിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, എന്തൊരു അബദ്ധജടിലമായ വാക്കുകളാണിതൊക്കെ. അപ്പോൾ ഇവർക്ക് മനുഷ്യ ശരീരഘടന എപ്പോഴും എന്താണ്? തിന്മകളോട് യോജിച്ചു പോകാനുള്ള, തോന്നിവാസത്തോട് യോജിച്ചു പോകാനുള്ള,
ഒരു മനസ്സാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മതം പഠിപ്പിക്കുക. ഒരു നോർമൽ ഒരു സ്ത്രീ ജീവിക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞു, എന്താ പറയുക, ഒരു പഠിപ്പും അല്ലെങ്കിൽ ഒരു ജോലിക്കും ഒന്നും പോവാതെ കുറേ കൊല്ലം വീട്ടിലിരുന്ന് വീട്ടുജോലി മാത്രം ചെയ്ത് കുറേ മക്കളെ പ്രസവിച്ച ഒരു പക്ക നോർമൽ ഒരു ലേഡി ആയിട്ടാണ് ജീവിച്ചത്. എന്നിട്ടാണ് അതിനുശേഷമാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് കൂടെയാണ് ഞാൻ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടട്ടെ, പെൺകുട്ടികൾക്ക് അവർ സ്വന്തം കാലിൽ നിൽക്കട്ടെ, അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ അവർ ഇതുപോലെ ജീവൻ കളയേണ്ട ഒരു അവസ്ഥയിലുള്ളവരല്ല എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് കുറ്റം കിട്ടും. ഞാൻ ശരിക്കും ഈ ഒരു ടോപ്പിക് സംസാരിക്കരുത്, ആരോ എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഉമ്മ അനുഭവിക്കുന്ന ഒരു വേദന, ഇത്രയും വയസ്സ് വരെ ആ മകളെ വളർത്തി വലുതാക്കി അവസാനം നഷ്ടപ്പെടുമ്പോൾ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വേദന ഉണ്ട്. അവരുടെ കൂടപ്പുറപ്പ് അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ഇതുപോലെ ഇനിയെങ്കിലും ആരും അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് വീണ്ടും വീണ്ടും ഞാൻ സംസാരിക്കുന്നത്. അതായത് ആരെങ്കിലും തെറ്റിന് നിങ്ങൾ ശിക്ഷിക്കേണ്ടത് നിങ്ങളെ അല്ല. നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റാരെങ്കിലും തലയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവ് 5 വയസ്സിൽ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ അവർക്ക് ഉപദേശം കൊടുക്കണമെന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ നന്മ നിറഞ്ഞ ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും കിട്ടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഈ ചീത്തയായിട്ട് പോകും, ഈ ദർശനത്തെ വിട്ടുകളയും. അതുകൊണ്ടാണ് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ 7 വയസ്സായാൽ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. 10 വയസ്സായാൽ അവരെ അടിക്കണമെന്ന് പറയുന്നത് തിന്മകൾ ചെയ്താൽ അവരെ ആ മാതാപിതാക്കൾ ശിക്ഷിക്കണമെന്നാണ്. എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത്? ഇതൊന്ന് കേട്ട് നോക്കൂ. എന്താ ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത്? 10-18 ഇടക്കിടക്ക് മാത്രം തൃപ്തിപ്പെടുത്തി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിർത്തിക്കാൻ പലരും ശ്രമിക്കും. അതൊക്കെ എന്നൊരു പെൺകുട്ടി റിയലൈസ് ചെയ്യുന്നോ അന്ന് അവൾക്ക് കറേജ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ സമൂഹം പല രീതിയിലും വിളിക്കും, അഹങ്കാരി എന്ന് വിളിക്കും, എല്ലാം വിളിക്കും. പക്ഷേ ഇവരാരും നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്ന് തരാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ചോദിച്ചാൽ കൊണ്ടുവന്ന് തരാനോ ഇല്ലാത്ത ആൾക്കാരാണ്. സോ നിങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും, ഇത് ഞാനാണ്, ഇത് എൻ്റെ ലൈഫാണ്, എനിക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ജീവൻ നശിപ്പിക്കല്ലേ, നഷ്ടപ്പെടുത്തല്ലേ, ഈ ലോകം പോയി ആ ലോകം പോയി എന്നുള്ള അവസ്ഥയിലേക്ക് എന്തിനാണ് വരുത്തിക്കുന്നത്? എന്തോരം വേദനയാണ് നിങ്ങൾക്കും, വേദനയാണ് നിങ്ങൾക്ക് ചുറ്റുള്ള എല്ലാവർക്കും വേദനയാണ് എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കി ആ ഒരു നിമിഷം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കറേജ് കിട്ടും. പക്ഷേ ഈ ഭൂമിയിൽ ഒരു പെണ്ണായിട്ട് ജീവിക്കുക എന്നുള്ളത് അത്ര ഈസി ഉള്ള കാര്യമേ അല്ല. ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു പെണ്ണായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ഫൈറ്റ് ചെയ്യാനും നിങ്ങൾ ഒരുപാട് പഴികൾ കേൾക്കാനും ഒരുപാട് വേദന അനുഭവിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള ഒരാളായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എന്നെ ഒരുപാട് പേര് സ്ട്രോങ് എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും, പിന്നെ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ പട്ടി പോകുന്ന പോലെ പോകുന്നത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ എന്നുള്ളത്. ബട്ട് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറം പരീക്ഷണമൊന്നും പഠിച്ചോന്ന് തരില്ല എന്ന് പഠിച്ചോ. വയസ്സായാൽ അങ്ങോട്ട് പിടിച്ച് കെട്ടിച്ച് കളയും. പിന്നെ അവൾക്ക് യാതൊരു ജീവിതവും ഇല്ല. ആരോടൊക്കെ എന്തൊക്കെയോ വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉള്ള മാതിരിയാണ് ഈ സ്ത്രീ പറയുന്നത്. ആദം നബി തങ്ങൾ മുതൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ആണും പെണ്ണും. അതുകൊണ്ട് തന്നെയാണ് ആ ആണ് എങ്ങനെ ജീവിക്കണം, പെണ്ണ് എങ്ങനെ ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ അതിന് ചില നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ നിയമത്തിൻ്റെ പോരായ്മ നോക്കിയിട്ട് ഇപ്പം പലതും പറയാൻ തുടങ്ങിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ അർജിജാനു കവ്വാമൂന അലൻ നിസ, പുരുഷന്മാരുടെ അടിമയായിക്കൊണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും. പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ് അർജിജാനു കവ്വാമൂന അലൻ നിസായി, സ്ത്രീകൾക്കുമേൽ നിയന്ത്രണം അഥവാ കൈകാര്യകർത്താവാക്കിയിരിക്കുന്നു പുരുഷന്മാരെ. അത് അവരെ അടിമകളാക്കി അടിച്ച് പൊടിച്ച് ചടിച്ച് പൊളിച്ച് ഉരലിലിട്ട് ഇടിച്ച് പൊടിയാക്കാനല്ല അത് പറഞ്ഞത്. മറിച്ച് അവരോട് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പല ചുമതലകളിൽ നിന്നും അള്ളാഹു അവരെ ഒഴിവാക്കി കൊടുത്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമാണ് പ്രവാചക കാലഘട്ടത്തിൽ. ഇന്നില്ല. അഥവാ എന്ന് പറഞ്ഞാൽ ദൈവമാർഗത്തിലുള്ള പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ പുരുഷൻ പോയാൽ മതി, അവർ സ്ത്രീകൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്ന മാതിരി കുടുംബത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങളും, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത്, ആ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് വസ്ത്രം കൊടുക്കേണ്ടത്, അവരെ ചികിത്സിക്കേണ്ടത്, മറ്റു ചുമതലകളൊക്കെ ഈ പുരുഷന്മാരുടെ മേലിലാണ് അള്ളാഹു നിയമമാക്കിയത്. സ്ത്രീകൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ ഇവർക്ക് ആർത്തവം നോക്ക്, ഇത് ആരുണ്ടാക്കിയതാണ്? നമ്മളുണ്ടാക്കിയതൊന്നുമല്ല. ഏതെങ്കിലും ഒരു ഡോക്ടർ വന്ന് അല്ലേ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖവുമല്ല അത്. അതുകൊണ്ടാണ് പോലെ ദക്കറുക്കൽ ഉൻസ, സ്ത്രീയും പുരുഷനും സമമാവുകയില്ല, വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിസിലു അദ്ദിൽ ഉൻസയൈൻ. നോക്കണം, 2 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ മിസിലു അദ്ദിൽ ഉൻസയൈൻ, 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? ഇതൊന്നും അടിമയാക്കാനല്ല, ആ സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഭർത്താവ് കൈയൊഴിഞ്ഞാൽ ആ പിതാവിൻ്റെ അടുക്കലേക്ക് വരണം, അല്ലെങ്കിൽ ആങ്ങളമാരുടെ അടുക്കലേക്ക് വരണം, അല്ലെങ്കിൽ എളാപ്പാൻ്റെ അടുക്കലേക്ക് വരണം. അപ്പോൾ അവർക്ക് ഈ പെണ്ണ് വരുന്നത് ഒരു ബാധ്യതയായിരിക്കരുത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് പകുതി സ്വത്ത് എന്ന് പറഞ്ഞത് അവരെ അവഗണിച്ചതല്ല, അവരുടെ കാര്യത്തിൽ മുന്തിച്ചുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ ദൂതനും പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീ കിടന്നിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പെണ്ണാക്കി പടച്ചതല്ലോ, ഈ പെണ്ണിന് എന്താ ഒരു രട്ടുള്ളത്, കണ്ടില്ലേ, അങ്ങനെ ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന് ഒരു പിടുത്തവുമില്ല. ആരാണ് ഈ 18 വയസ്സിൽ തന്നെ പിടിച്ച് കെട്ടിക്കണമെന്ന് പറഞ്ഞത്?
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ ധൃതി പിടിക്കുക എന്ന് പറഞ്ഞത്, ഒന്ന്, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആ പെൺകുട്ടിയുടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും ഹനിച്ചുകൊണ്ട് ഏതോ ഒരു പിശാചായ പുരുഷൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് അവിടെ അടിമയായി കഴിയാനല്ല അങ്ങനെ പറഞ്ഞത്. മറിച്ച് മാന്യമായ രീതിയിൽ ഒരു വിവാഹം നടന്ന് അങ്ങനെ സന്താനോൽപാദനം, കുടുംബം, എൻ്റെ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷകരമായ ചുറ്റുപാടിനാണ് സർവശക്തൻ അല്ലെങ്കിൽ ആ സർവശക്തൻ്റെ ദൂതൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ കിട്ടുക തന്നെ അങ്ങനെ ചില പുരുഷന്മാരുണ്ടാവാം, സ്ത്രീകളെ അടിമകളാക്കുന്ന ചില പുരുഷന്മാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരെ അടിമകളാക്കുന്ന ചില സ്ത്രീകളുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നല്ലതായ മനുഷ്യന്മാരാണെങ്കിലോ സ്വർഗീയമായ ഒരു ജീവിതം പോലെ ഈ ഉള്ള ദുനിയാവിന് മുന്നോട്ട് പോകും, യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ സ്ത്രീ വെറുതെ എങ്കിലും റീച്ചിന് വേണ്ടിയാണോ, അതല്ല വെറും ഈ സമുദായത്തോടുള്ള വിരോധമാണോ, അതോ ഇനി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തോടുള്ള വിരോധമാണോ, എന്താണ് എന്ന് അറിഞ്ഞുകൂടാ ഈ സ്ത്രീ വീണ്ടും തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം കണ്ട ഒരു വീഡിയോയിൽ വീണ്ടും ഈ സമുദായത്തെ നിന്ദിച്ച് പറയുന്നുണ്ട്. അതിന് ഒരു മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.